വീഡിയോ വ്യക്തമായി വാച്ച് ചെയ്യാൻ ഫുൾ സ്ക്രീൻ ഉപയോഗിക്കുക. റൗണ്ട് അബൌട്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. മുന്നിൽ പ്രധാന റോഡ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ സി. വലതുവശത്തേക്ക് റോഡ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. ഇടതുവശത്തേക്ക് റോഡ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 അനുസരിച്ച് റോഡിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? പാലങ്ങൾ, ഫെറി സൗകര്യങ്ങൾ, റോഡ് ഡിവൈഡറുകൾ, സ്വകാര്യ റോഡുകൾ. ഓപ്ഷൻ എ, മുകളിൽ പറഞ്ഞവയിൽ 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ബി, മുകളിൽ പറഞ്ഞവയിൽ 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ സി, മുകളിൽ പറഞ്ഞവയിൽ 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയിൽ 4ഉം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി, മുകളിൽ പറഞ്ഞവയിൽ 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരി. മുന്നിൽ ക്രോസ് റോഡ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. മുന്നിൽ തെന്നുന്ന വഴുവഴുപ്പുള്ള റോഡ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. മുന്നിൽ ഇടുങ്ങിയ പാലം ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. റോഡിന്റെ നിർവചനം അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? അണ്ടർപാസ്, ടോൾ പ്ലാസ എന്നിവ റോഡിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ആക്സിലറേഷൻ ലൈൻ, മീഡിയൻ സ്ട്രിപ്പുകൾ എന്നിവ റോഡിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. എൻട്രൻസ്, എക്സിറ്റ് റാമ്പ്, സ്വകാര്യ റോഡ് എന്നിവ റോഡിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. പാലങ്ങൾ, തുരങ്കങ്ങൾ എന്നിവ റോഡിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ഉത്തരം എൻട്രൻസ്, എക്സിറ്റ് റാമ്പ്, സ്വകാര്യ റോഡ് എന്നിവ റോഡിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. മുന്നിൽ റോഡ് വീതി കൂടുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. മുന്നിൽ ഇടുങ്ങിയ വഴിയുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ സി. നിർബന്ധമായും ഇടത്തേക്ക് തിരിയുക എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി.
ഉത്തരം ഓപ്ഷൻ ഡി. മോട്ടോർ വെഹിക്കിൾസ് റെഗുലേഷൻസ് 2017 അനുസരിച്ച് പാർക്കിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യാത്രക്കാരെ കയറ്റാൻ താൽക്കാലികമായി വാഹനം നിർത്തുന്നത്, റോഡിൽ 3 മിനിറ്റിലധികം വാഹനം നിർത്തുന്നത്, 1 നിമിഷത്തേക്ക് വാഹനം റോഡിൽ നിർത്തുന്നത്, റോഡിൽ 5 മിനിറ്റിലധികം വാഹനം നിർത്തുന്നത്. ഉത്തരം റോഡിൽ 3 മിനിറ്റിലധികം വാഹനം നിർത്തുന്നത്. ഇരുദിശയിലും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. മുന്നിൽ സ്കൂൾ ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. റോഡ് അപകടങ്ങൾ മൂലം ആഗോളതലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഓരോ വർഷവും ശരാശരി എത്ര പേർ മരിച്ചതായി കണക്കാക്കുന്നു? ഏകദേശം 5 ലക്ഷം, ഏകദേശം 1.2 ദശലക്ഷം, ഏകദേശം 2.2 ദശലക്ഷം, ഏകദേശം 3.2 ദശലക്ഷം. ഉത്തരം ഏകദേശം 1.2 ദശലക്ഷം. എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, നിർബന്ധമായും വലത്തോട്ട് തിരിയുക എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ സി. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017 നിർവചനം അനുസരിച്ച് റൈഡർ എന്നാൽ ഡാഷ്. ഡ്രൈവർമാർക്ക് പുറമെ മോട്ടോർ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ മോട്ടോർ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾ എന്നാണ് അർത്ഥമാക്കുന്നത്. കൂലിക്കോ പ്രതിഫലത്തിനോ വാഹനത്തിൻ്റെ ഡ്രൈവർ അല്ലാതെ മോട്ടോർ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വ്യക്തികൾ എന്നാണ് അർത്ഥമാക്കുന്നത്. എല്ലാം ശരിയുത്തരമാണ്. ഉത്തരം ഡ്രൈവർക്ക് പുറമെ മോട്ടോർ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. 50 മുതൽ 100 മീറ്റർ വരെ അകലെ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.